ഹീ ഈസ് എ ബോൺ ആക്ടർ, കംപ്ലീറ്റ് ആക്ടർ എന്ന് ലാലേട്ടനെ കേരളത്തിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നടൻ തന്നെയാണ്. ഈ നേര് എന്ന ചലച്ചിത്രം അദ്ദേഹത്തിൻ്റെ അഭിനയ സാധ്യത വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ലാലേട്ടൻ എന്ന നടനിൽ കാണിച്ചിട്ടുള്ളത്. അതായത് കോരിത്തിരിച്ചു പോകും. അതൊരു ഇമോഷണൽ ഡ്രാമ എന്ന ടാഗാണ് സിനിമയ്ക്കുള്ളതെങ്കിലും നമുക്ക് അങ്ങനെ ഒരു പടമല്ല അത്. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സീറ്റഡ്ജ് മൂവി തന്നെയാണ്. ഓരോ ഇമോഷണൽ ആയിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും, സിദ്ദിഖ് എന്ന നടൻ്റെ ഒക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അതുപോലെ അനശ്വരയുടെ ഒക്കെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് നേരുന്ന സിനിമ എന്ന് പറഞ്ഞു. ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് സങ്കടം വന്നു. പ്രത്യേകിച്ച് അമ്മമാര് പ്രായപൂർത്തിയായ മക്കളെ വീട്ടിൽ നിർത്തിയിട്ട് പോകുമ്പോൾ ഉള്ള അതും അതൊക്കെ കണ്ട മൂവി തന്നെയാണ്. വളരെ നല്ല നന്നായിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. അനശ്വര ഇസ് റിയലി ഗുഡ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഒരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് തോന്നി. എല്ലാ ഭാഷകളിലും റീമേക്ക് ചെയ്യുന്ന സാധ്യതയുണ്ട്. അതായത് അജയ് ദേവ്ഗൻ മുതലേ കമൽഹാസൻ അവരെല്ലാവരും വന്ന് റീമേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൊറിയ ഭാഷ മറ്റ് ഭാഷകളിലും പോകാനുള്ള സാധ്യതയുണ്ട്. ഇൻഡസ്ട്രി ഹിറ്റാണ്. ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഫിലിമാണ്. ഒട്ടും ലാഗൊന്നുമില്ല. വളരെ ടൈറ്റായിട്ട് എടുത്തു വെച്ചേക്കുവാണ്. പിന്നെ ഗിമ്മിക്കും ഇല്ലാത്ത ഒരു ലാലേട്ടനെ കാണാൻ കിട്ടി. ഒരു പാട്ടില്ല, ഒന്നുമില്ല. ഭയങ്കര ടൈറ്റായിട്ട്, അതായത് നമുക്കൊരു കണ്ണ് പോലും നമ്മൾ ഇത് ചെയ്യത്തില്ല, ബ്ലിങ്ക് ചെയ്യത്തില്ല. അത്രയും ടൈറ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പടം. അതെ, കംപ്ലീറ്റ് ആക്ടർ അല്ലേ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്കത് ജഡ്ജ് ചെയ്യാനും പറ്റില്ല. വളരെ നന്നായിരുന്നു. ഒരു പുതിയ ആശയം പുതിയ രീതിയിൽ എടുത്തിട്ടുണ്ട്. ജിത്തു ജോസഫ് നല്ല ഡയറക്ടറാണ്. പിന്നെ മോഹൻലാലിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും നല്ലോണം അഭിനയിച്ചു. ഗംഭീര സിനിമ ലാൽ സാറിനെ കുറേ നാളിന് ശേഷം തിയേറ്ററിൽ കണ്ണ് നിറഞ്ഞു പോയി. ഹലോയിലെ ശിവരാമന് ശേഷം വീണ്ടും ലാൽ സാർ കോട്ടണിഞ്ഞ ഒരു സിനിമ ഗൂസ്ബംസ് ആയിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഒരു വേറെ ലെവല്, ഒന്നും പറയില്ല. ഗംഭീര സ്ക്രിപ്റ്റും നല്ല രസമായിട്ട് ലാൽ സാർ ചെയ്തിട്ടുണ്ട്. ലാൽ സാർ നേര് സത്യം പറഞ്ഞാൽ അവരുടെ പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞ പോലെ തന്നെ വലിയ ട്വിസ്റ്റും സസ്പെൻസും ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത, നമ്മൾ കാണാത്ത കുറേ കോർട്ട് റൂം ഡ്രാമകളൊക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായി അവർ കാണിച്ചിട്ടുണ്ട്. ഇല്ല, എനിക്ക് എസ്പെഷ്യലി ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ലാഗൊന്നും സംഭവം അടിച്ചിട്ടില്ല. കാരണം ആദ്യം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ കണ്ടിരുന്നുകൊണ്ട് പോകുന്ന ഒരു മികച്ചൊരു പടമായിട്ട് എനിക്ക് തോന്നിയത്. പടം കണ്ടിറങ്ങിയിട്ടോ, ജിത്തു ജോസഫിൻ്റെ ഒരു അടുത്തൊരു മാജിക് എന്ന് തന്നെ പറയാം ലാലേട്ടനെ വെച്ചിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ആ പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത് വേറൊരു വെർഷനാണ്. ഇതൊരു കോടതി മുറിയിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കുഞ്ഞിന് അതിൻ്റെ ജീവിതം തിരിച്ചെടുത്ത് കൊടുക്കുന്ന ഒരു പടമാണ്. നേരെ മോഹൻലാലിൻ്റെ ജിത്തു ജോസഫിൻ്റെ മാജിക് അങ്ങനെ പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നിക്കുമ്പോൾ കിട്ടുന്നൊരു ഇപ്പോൾ ദൃശ്യത്തിൻ്റെ ആ ഒരു എനർജി നമുക്ക് ഇപ്പോഴും ഉണ്ട്. ആ പടം ഇപ്പം കാണുവാണെങ്കിൽ അതുപോലൊരു സാധനം ഇവിടെ തരാൻ പറ്റി. ഇതിലൊരു കോർട്ട് ഡ്രാമയാണ്, ഐ മീൻ ഒരു ലീഗൽ ത്രില്ലർ ബേസ്ഡ് സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്ലോട്ടിലാണ് പടം മുന്നോട്ട് പോകുന്നത്. ലാലേട്ടനായിട്ടുള്ള കുറേ മാനരസ്യങ്ങളൊക്കെ കാണാൻ നമുക്ക് അതിൽ പറ്റി. നല്ല രീതിയിലാണ് ലാലേട്ടനെ പ്ലേസ്